If you guys in the Galaxy Watch service and guys in the Galaxy Watch 4 ഡിസ്പ്ലേ ഡോട്ടുള്ള റിപ്ലേസ് ആക്കി കിട്ടി. അവർ ഇതിൽ ചെയ്തത് പവർ ഓൺ ആവുന്നുണ്ടായിരുന്നില്ല, ഫോക്കസ് ആവുന്നില്ലല്ലോ, സിസ്റ്റം ടേൺ ഓഫ് ആവുന്നില്ല, പവർ ഓൺ അങ്ങനെയൊക്കെ ആയിരുന്നു അവർ ചെയ്തത്. ഞാൻ വാച്ച് കൊടുത്ത് 17th പക്ഷെ അവർ ആ വാച്ച് കിട്ടിയത് 24 അവരൊരു വീക്കോളം അത് സെറ്റാക്കി എടുക്കാൻ വൈകി. അറ്റ് ലാസ്റ്റ് എനിക്ക് എൻ്റെ വാച്ച് റിപ്ലേസ് ആക്കിയിട്ട് ലൈക്ക് പുതിയതുപോലെ ആക്കി തന്നു. പുതിയൊരു വാച്ച്. പണ്ട് ഇതുമ്പോൾ സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നു, സ്ക്രാച്ചൊക്കെ പോയി. ഞാൻ വീട്ടിൽ വന്നിട്ടാണ് എടുക്കുന്നത്. അവിടെ സർവീസ് ഉണ്ടെന്ന് കിട്ടിയപ്പോൾ അറൗണ്ട് 5% ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇതിപ്പോൾ എൻ്റെ ഫോണായിട്ട് കണക്ട് ചെയ്യണ വീഡിയോ ആണെങ്കിൽ കാണിച്ചത്. ഞാൻ വിചാരിച്ചു വാച്ചിന് പോപ്പപ്പ് വരുന്നില്ല, ബട്ട് വെൽക്കം സ്ക്രീനൊക്കെ ഉണ്ട്. വേറെ പണ്ട് ഇവിടെ പോപ്പപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പോപ്പപ്പ് ഇല്ല, പോപ്പപ്പ് പോയി. പെയറിങ് അൺഎക്സ്പെക്റ്റഡ്ലി സ്ലോ ആണ്, എന്നാലും പെയർ ആവുമെന്ന് വിചാരിക്കുക. A few minutes later. 35 MB ഡൗൺലോഡ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വാച്ചിങ് സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം. പണ്ട് സ്ക്രീൻ കാർഡ് വാങ്ങിയപ്പോൾ അതിൻ്റെ 2 കിട്ടി, അപ്പോൾ ഒരെണ്ണം ബാക്കിയുള്ളത് ഇന്ന് യൂസ്ഫുള്ളായി. നെറ്റ് സ്ലോ ആണ് ഗൈസ്, മൊബൈൽ ഡാറ്റ വൈഫൈ അടിച്ചു പോയി. പഴയ വാച്ച് റീസ്റ്റോറാണ് ബട്ടൺ വന്ന് വൈഫൈ ഇല്ല. റീസ്റ്റോർ ഗൈസ്, എൻ്റെ വൈഫൈ ഇല്ല, പക്ഷെ വൈഫൈ വേണം. ഓഹോ, ഐഫോണിൽ ഹോട്ട്സ്പോട്ട് ഇടട്ടെ. ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തതിനു ശേഷം വാച്ച് റീസ്റ്റോറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 0 KB ബഗ് 21 MB സ്ലോ ആണ് നെറ്റ്. ഉണ്ടായിരുന്ന ഫോട്ടോസ്, ഹോം സ്ക്രീൻ, വാച്ച് ഫേസസ്, ഗാലറി, വാച്ചിത്തെ ഗാലറി സ്റ്റോറി, സെറ്റിംഗ്സ് 59 60 റീസ്റ്റോറിങ്. ഏത് റീസ്റ്റോറിങ് ഈ സ്ക്രീൻ ചെക്ക് യുവർ ഫോൺ ടു കംപ്ലീറ്റ് ദ സെറ്റപ്പ്. Many memories later. അടുത്ത സിം സെറ്റപ്പ്, ഫിനിഷിംഗ് സെറ്റപ്പ് 100. വി ആർ ഓൾ സെറ്റ്. ഓൺ സ്ക്രീൻ ഓഫ് ആണല്ലോ. വാച്ച് അങ്ങനെ സ്റ്റാർട്ടിങ് അപ്പായി. ഓൺ സ്ക്രീനിലെത്തി 44% ചാർജ്. ഇവിടെ ഇപ്പോഴും സ്റ്റാർട്ടിങ് അപ്പ്. വെയിറ്റിംഗ് Later. പക്ഷേ ഈ വാച്ചിൻ്റെ ടൂറുണ്ട്, ഞാൻ ആ ടൂർ സ്കിപ്പ് അടിക്കുകയാണ്. പണ്ടത്തെ ഹോം സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചെത്തി. ഡോണ്ട് മിസ് എ തിങ്, ഡോട്ട് ഇൻഡിക്കേഷൻ ന്യൂ നോട്ടിഫിക്കേഷൻസ്. സാംസങ്ങിൻ്റെ ഹെൽത്ത് ആപ്പ് ഇപ്പോൾ അപ്ഡേറ്റിംഗ് ആണ്.